എന്നാലും നീയൊക്കെ എന്തു വേലയാടാ കാണിച്ചത്? ചെറുതായൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ചെക്കനെ ഈ വിധത്തിലാക്കി കളഞ്ഞല്ലോ. ജഗൻ ഗൗരവത്തിൽ ഡ്രൈവറെ നോക്കി. പറ്റിപ്പോയി ജഗ. ഇനി എന്തായാലും എൻ്റെ സമ്മാനം ഇവൻ താങ്ങില്ല. അപ്പോൾ ഈ ചെക്കനെ കൂടെ കൂട്ടാനും പറ്റില്ല. അവൻ ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആൾത്തിരക്കില്ലാത്ത വിജനമായ റോഡിലൂടെ വാൻ കുതിച്ചു പാഞ്ഞു. നിർത്ത്, ജഗൻ ഉറക്കെ പറഞ്ഞു. വണ്ടി നിന്നു. കോളേജിനകത്തേക്ക് കാറ് കയറുമ്പോൾ ആദർശിന്റെ കണ്ണുകൾ ചുരുങ്ങി. ഇത് ദീപുവിന്റെ ബൈക്കല്ലേ? വെപ്രാളത്തോടെ കാറ് സൈഡ് ഒതുക്കി ഇറങ്ങി. റോഡിന് സൈഡിൽ ചെരിഞ്ഞു കിടക്കുന്ന ബൈക്കിനരികിലേക്ക് ഓടി. ദൈവമേ, ആക്സിഡന്റ് ആയോ? വരുണും ഇതിനും അറിഞ്ഞില്ലേ? ചുറ്റിനും കറങ്ങി നോക്കി. അടുത്ത് കണ്ട ഷോപ്പിലേക്ക് കയറി. ചേട്ടാ, ഇവിടെ ആക്സിഡന്റ് ഉണ്ടായോ? 2 പയ്യന്മാരുണ്ടായിരുന്നു. അയാളെല്ലാം വിശദമായി പറഞ്ഞു. ഈശ്വര, നാച്ചു ആണോ അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ പോയത്? പെട്ടെന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തു. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയാണോ അത്? ഈ കുട്ടി തന്നെയാ. ഏട്ടന്മാരാണ് എന്നാ പറഞ്ഞത്. അടുത്ത ഏതേലും ഹോസ്പിറ്റലിൽ കാണും സാറേ. താങ്ക്സ്. അവൻ കാറിന് അരികിലേക്ക് ഓടി. തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറി അന്വേഷിച്ചു. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു. ഫോൺ എടുത്ത് വരുണിനോടും പ്രവീണിനോടും കാര്യങ്ങൾ പറഞ്ഞ് കോൾ കട്ട് ചെയ്തതും പെട്ടെന്ന് മറ്റൊരു കോള് വന്നു. നിതിൻ. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണുന്ന നമ്പർ. ഹലോ നിതിൻ, നിങ്ങൾ എവിടെയാ? സാർ, ഇത് നിതിനല്ല. ആദർശിന്റെ മുഖം ചുളിഞ്ഞു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിന്നാ. ഒരു പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റാണ്. അയാൾക്ക് ബോധമില്ല. പിന്നെ ഫോൺ മുഴുവൻ പൊട്ടി. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തപ്പോൾ എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാ. ശരി, ഞാൻ ദേ എത്തി. ആദർശ് കോൾ കട്ട് ചെയ്ത് കാറിലേക്ക് കയറി. ഈശ്വര, നിതിൻ മാത്രം. അപ്പം നാച്ചുവും ദീപക്കും എവിടെ? പേടിയോടെ സ്റ്റിയറിംഗിൽ അമർന്ന കൈകൾ വിറച്ചു. കാറ് കയ്യിൽ നിന്നും ഒന്ന് പാളി. റിസപ്ഷനിലേക്ക് ഓടി. ഹലോ, ഇപ്പം അഡ്മിറ്റ് ചെയ്താ? എന്നെ വിളിച്ചിരുന്നു. ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ റിസപ്ഷനിലിരുന്ന പെൺകുട്ടി ഫോൺ അവന് നേരെ നീട്ടി. ICUവിലാണ്. ഇവിടെ കൊണ്ടുവന്നത് കുറച്ച് സ്ത്രീകളാ. അവരവിടെ ഉണ്ട്. നിങ്ങളാണോ അവനെ ഇവിടെ കൊണ്ടുവന്നത്? പുറത്ത് കൂടി നിൽക്കുന്ന സ്ത്രീകളെ നോക്കി ആദി ചോദിച്ചു. അതെ സാറേ, ഞങ്ങൾ ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയായിരുന്നു. ആരോ ഉപേക്ഷിച്ച് പോയതാ. ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും ആ വണ്ടി പോയിരുന്നു. ആദിയുടെ ശരീരം ആലില പോലെ വിറച്ചു. ദൈവമേ, മുകുന്ദൻ. അവനറിയാതെ ഒന്നും നടക്കില്ല. പല്ല് കടിച്ചമർത്തിക്കൊണ്ട് പപ്പയെ വിളിച്ചു. എന്താ ആദി? പപ്പ. ഇടർച്ചയോടെ മകൻ പറയുന്നത് എല്ലാം മൗനമായി കേട്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ചെയറിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന മുകുന്ദന്റെ മുഖത്തായിരുന്നു ആനന്ദിന്റെ കണ്ണുകൾ. ശരി ആദി, ഞാനിപ്പോൾ വരാം. നീ ഒന്ന് കൂളാവ്. അയാൾ കോൾ കട്ട് ചെയ്തു. ആദ്യമോനിപ്പോ പോയതല്ലേ ഉള്ളൂ അളിയ. പിന്നെന്തിനാ വിളിച്ചത്? ആനന്ദ് എഴുന്നേറ്റ് കോട്ടൂരി ചെയറിലേക്ക് ഇട്ടു. നിതിന് ആക്സിഡന്റ്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞാൻ അവിടെ വരെ ഒന്ന് ചെല്ലട്ടെ. ഫോണും പോക്കറ്റിലേക്ക് വെച്ച് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആണോ? നിതിന് മാത്രമേ പ്രശ്നമുള്ളൂ? എന്തേ മരുമകളും ദീപവും മിസ്സിംഗ് ആയത് മകൻ പറഞ്ഞില്ലേ? അതോ എന്നിൽ നിന്നും ഒളിച്ചോ? അയാൾ ഉറക്കെ ചിരിച്ചു. കണ്ണുകൾ ചുവന്ന് കലങ്ങി. എത്ര ഓടിയാലും 2 പേരെയും കിട്ടില്ല. ഈ പോരാട്ടത്തിൽ ആദർശിന് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടമാകും. നഷ്ടപ്പെടുത്തിക്കും ഞാൻ. കലിയോടെ മുകുന്ദന്റെ മുഖം വലിഞ്ഞു മുറുകി. ആദി. ICUവിന് മുന്നിലെ ചെയറിൽ തളർന്ന് തലയ്ക്ക് കൈതാങ്ങിയിരിക്കുന്നവന്റെ തോളിൽ അയാൾ അമർത്തി പിടിച്ചു. പപ്പ, എൻ്റെ നാച്ചു, ദീപക്, നിതിൻ. നിറഞ്ഞൊഴുകുന്ന മകന്റെ കണ്ണുകൾ. അയാൾ അടുത്ത ചെയറിലായിരുന്നു. ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ എന്തു പറഞ്ഞു? തലയ്ക്ക് നല്ല ക്ഷത ഏറ്റിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ടായി. സർജറി നടക്കുക. വിതുമ്പലോടെ ചുണ്ട് കടിച്ചു പിടിച്ചു. നിതിൻ്റെ അച്ഛനും അമ്മയും മെർലിനും പപ്പയും പ്രവീണും വരുണും എല്ലാവരും എത്തി. ആദി, ദീപകിന്റെ വീട്ടിൽ അവരന്വേഷിക്കുന്നുണ്ടാവും. അഞ്ജലിക്ക് ഡേറ്റ് അടുത്തിരിക്കുക. വരുൺ പതിയെ പറഞ്ഞു. മക്കളെ, നിങ്ങൾ രണ്ടും അവിടം വരെ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം. ശരിയെങ്കിൽ. 2 പേരും പുറത്തേക്ക് നടന്നു. വരുൺ ആദർശ് ഉറക്കെ വിളിച്ചുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് അരികിലേക്ക് ചെന്നു. പിന്നാലെ പപ്പയും. എന്ത് വില കൊടുത്തും അവനെ കൊണ്ടുവരും എന്ന് അവരോട് പറയണം. 2 പേരും തലകുലുക്കി. പപ്പ, മുകുന്ദനും ജഗനും, ഇവരെ 2 പേരെയും എനിക്ക് വേണം. ഇത്ര പെട്ടെന്ന് ഒരു നീക്കം അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവർക്ക് ശനിദശ തുടങ്ങി. തീർക്കും ഞാൻ. ദേഷ്യത്തോടെ കടുത്ത മകന്റെ ശബ്ദം. പപ്പ ആലോചനയോടെ നിന്നു. വരുണും പ്രവീണും പറയുന്ന കാര്യങ്ങൾ കേട്ട് ദീപുവിൻ്റെ അമ്മ ഉറക്കെ കരഞ്ഞു. അച്ഛൻ സ്തംഭിച്ചതുപോലെ ഇരുന്നു.
പ്രവീൺ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഭാവമാറ്റം ഒന്നുമില്ല, കരയുന്നത് കൂടിയില്ല. അവൾ തിരിഞ്ഞ് റൂമിലേക്ക് കയറി ഡോർ അടച്ചു. ജഗൻ, ആ ചെക്കൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. നന്നായി നീര് കയറിയിരിക്കുക. ആ പഴയ ബംഗ്ലാവിന് പുറത്തേക്ക് വന്ന് ഒരുത്തൻ പറയുമ്പോൾ ജഗൻ മൗനമായി ഇരുട്ട് നിറഞ്ഞ കാട്ടിലേക്ക് നോക്കി നിന്നു. ഓ, സമയം അടുത്തവൻ്റെ കാലൊടിഞ്ഞാലെന്താ, ഒടിഞ്ഞില്ലേലെന്താ? ജഗൻ അകത്തേക്ക് കയറി 2 ചെയറിലായിരിക്കുന്നവരെ നോക്കി ഗൂഢമായി ചിരിച്ചു. എങ്ങനെയുണ്ട് നാച്ചുമോളെ? കെട്ട് മുറുകിപ്പോയോ? കയ്യിലെ കെട്ടിൽ വിരലോടിച്ചുകൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു. അവൾ തല താഴ്ത്തിയിരുന്നു. എന്താടി, നിനക്കിപ്പോ ഒന്നും പറയണ്ടേ? കല്യാണത്തിന് തലേന്ന് നീ വീട്ടിൽ വന്ന് നടത്തിയ പെർഫോമൻസ് ഞാൻ കണ്ടതാ. എന്തായിരുന്നു? ഇപ്പം എന്തേ നാവില്ലേ? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ ആദ്യേട്ടം വരും, അതോടെ നിന്റെ കഷ്ടകാലം തുടങ്ങും. തല ഇരു സൈഡിലേക്കും കുലുക്കി. അവൻ കൈ അകത്തി മാറ്റി. ഓ വരട്ടെ, നാളെ സാറ് വരും. ഇവനെ അങ്ങ് പറഞ്ഞു വിടും. പിന്നെ നിന്നെയും കൊണ്ട് ഞാൻ പോകും. ആദ്യ ചേട്ടൻ മഷിയിട്ട് നോക്കിയാൽ കൂടി ഈ നക്ഷത്രയെ കിട്ടില്ല. പിന്നെ മാനം നോക്കി മലർന്നു കിടന്നാൽ ചിലപ്പോൾ നക്ഷത്രം കാണാൻ പറ്റും. ജഗന്റെ മുരൾച്ചയോടെയുള്ള സ്വരം. അവൾ പേടിയോടെ ദീപുവിനെ നോക്കി. അങ്ങോട്ട് നോക്കണ്ട, അവനെ കണക്കിന് കിട്ടിയിരിക്കുക. ഇനി പാവം റെസ്റ്റ് എടുക്കട്ടെ. നാളെ സാറ് വരുമ്പോൾ വേദനയെല്ലാം മാറും. പിന്നെ വേദന വരികയേയില്ല. ജഗൻ ഒരു താളത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അവർ 2 പേരെയും ശ്രദ്ധിക്കണം. ഞാൻ നാളെ വരാം. 3 ഗുണ്ടകളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞ് ജഗൻ വാനിലേക്ക് കയറി. ദീപു ചേട്ടാ, അവൻ വേദനയോടെ ചിരിച്ചു. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മോള് വിഷമിക്കണ്ട, ആദി വരും, രക്ഷിക്കും. മോളിത് എവിടെ പോവാ? രാവിലെ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോകുന്ന അഞ്ജലിയെ കണ്ട് രമ ഓടിയിറങ്ങി. ഞാൻ പോവാ, എനിക്ക് ഈ വീട്ടിൽ പറ്റില്ല. ഇത്രയും നാളും അഡ്ജസ്റ്റ് ചെയ്തു. എടുത്തടിച്ച പോലെ അഞ്ജലി പറയുമ്പോൾ ഷോക്ക് ഏറ്റതുപോലെ രമ ഉമ്മറ തിണ്ണയിലിരുന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. എൻ്റെ കുട്ടിയെ നീ ചതിച്ചതല്ലേ? സ്നേഹിക്കും പോലെ നടിച്ചു. അച്ഛൻ്റെ മകൾ തന്നെ. ശപിക്കില്ല ഞാൻ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാ ഉള്ളിൽ. അതുകൊണ്ട് മാത്രം. വേദനയോടെ വയറ് കത്തിയെരിയുന്ന പിടപ്പിൽ അമ്മ ഉറക്കെ പുലമ്പി. പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്. ICUവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് നഴ്സ് പറയുമ്പോൾ വെപ്രാളത്തോടെ ആദി ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മെർലിൻ, മോള് ചെല്ല്. നിതിൻ്റെ അച്ഛൻ ആദർശിൻ്റെ തോളിൽ പതിയെ തട്ടി. മോനും ചെല്ല്. ഒരു പക്ഷേ അവൻ എന്തേലും ഓർമ്മ ഉണ്ടെങ്കിലോ? ആദിയും മെർലിനും അകത്തേക്ക് കയറി. ഒരു നിഴൽ പോലെ അരികിലേക്ക് വരുന്ന രൂപങ്ങൾ. നിതിൻ കണ്ണുകൾ അടച്ചു തുറന്നു. ആദി വേദനയോടെ വിളിച്ചു. കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഏയ് ഒന്നുമില്ല, വേദന മാറും, പോട്ടെ. കയ്യിൽ പതിയെ തഴുകി ആദർശ് പറഞ്ഞു. ജഗൻ അവനാ, എനിക്കറിയാം. പക്ഷേ ഒന്നും ചെയ്യാൻ കണ്ണുകൾ തുറക്കാൻ പറ്റിയില്ല. ശരീരം അനങ്ങിയതുമില്ല. വിക്കി വിക്കി പറഞ്ഞു നിർത്തി. അറിയാം. ഇന്ന് സന്ധ്യ മയങ്ങും മുന്നേ നാച്ചുവും ദീപുവും നമുക്കൊപ്പം ഉണ്ടാവും. നീ ഒന്ന് റിക്കവർ ആവാൻ കാത്തിരുന്നതാ. ആദർശ് മെർലിനെ നോക്കി പുറത്തേക്ക് നടന്നു. അവൾ വിതുമ്പലോടെ നിന്നു. ഒരു ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നു. നിറഞ്ഞ വയറുമായി അവൾ ഇറങ്ങി. സിറ്റ് ഔട്ടിലേക്ക് വന്ന മുകുന്ദൻ്റെ കണ്ണുകൾ കുറുകി. മുഖം ദേഷ്യത്തോടെ വീർത്തു. നീ എന്താ ഇവിടെ? കടുപ്പത്തിൽ ചോദിച്ചു. പുറത്തെ ശബ്ദം കേട്ട് അമലയും വന്നു. മോളെ. സ്റ്റെപ്പുകൾ ഇറങ്ങി അരികിലേക്ക് വരുന്ന അമ്മയെ രൂക്ഷമായി നോക്കി. അങ്ങോട്ട് മാറുതള്ളേ. അമലയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ബാലൻസ് തെറ്റി അവർ നിലത്തേക്ക് വീണു. ഡാഡി ഉറക്കെ വിളിച്ച് അവൾ സ്റ്റെപ്പുകൾ കയറുമ്പോൾ മുകുന്ദൻ്റെ മുറുകിയ മുഖം ഒന്നയഞ്ഞു. സോറി ഡാഡി, അവൻ എന്നെ ആ വീട്ടിൽ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. വിളിക്കാൻ ഒരു ഫോൺ പോലും തന്നില്ല ഡാഡി. ജയിൽ പോലെ മടുത്തു എനിക്ക്. അയാൾ മകളെ സൂക്ഷിച്ചു നോക്കി. ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അവനെ കെട്ടിപ്പിടിച്ച് കൊഞ്ചി കുഴഞ്ഞ് സംസാരിച്ചത്? എൻ്റെ ഡാഡി, അല്ലാതെ എന്താ ചെയ്യുക? ഒരവസരം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ. അവൾ മുകുന്ദനെ കെട്ടിപ്പിടിച്ചു. മോള് വാ. അയാൾ മകളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. ഈശ്വരാ, ഇവൾ അഭിനയിച്ചതാണോ? അമല നിലത്തു നിന്നും എഴുന്നേറ്റ് നടന്നു. ഹോ ദൈവമായിട്ടാ ഇപ്പം ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അവൻ്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. അഞ്ജലി മുകുന്ദൻ്റെ തോളിലേക്ക് ചാരി കിടന്നു. വാതിൽ പടിയിലെത്തിയ അമല ഒന്ന് നിന്നു. എന്ത് സംഭവിച്ചു? ഇവളെന്താ ഈ പറയുന്നേ? അമ്മയുടെ മുഖം ചുളിഞ്ഞു. ദൈവമൊന്നുമല്ല, രണ്ടും എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നത്തോടെ ദീപുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പിന്നെ നക്ഷത്ര അവളും പോകും. മുകുന്ദൻ്റെ അട്ടഹാസം മുഴങ്ങി.
തീർക്കണം ഡാഡി. അമല വേദനയോടെ ചുവരിൽ ചാരി നിന്നു. ദൈവമേ, രണ്ടും അസുര ജന്മങ്ങളാണല്ലോ. എവിടെ നിന്ന് തുടങ്ങും പപ്പ? എന്തു ചെയ്യും? എവിടെയായിരിക്കും അവരെ മാറ്റിയത്? അവൻ സെറ്റിയിൽ ചാരി കിടന്നു. മുടിയിൽ വിരൽ കടത്തി കൊരുത്ത് പിടിച്ചു. ആദി വേദനയോടെ മകനെ ചേർത്ത് പിടിക്കുമ്പോൾ നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ അച്ഛൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു. എൻ്റെ പെണ്ണ്, ഞാൻ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാവും. മുകുന്ദൻ അവൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഒന്ന് പുറത്തേക്ക് പോയിരുന്നെങ്കിൽ എന്തേലും ഒരു തുമ്പ് കിട്ടുമായിരുന്നു. പപ്പ, എൻ്റെ നാച്ചൂട്ടൻ പ്രാന്തനെ പോലെ പുലമ്പി. കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു. ഡാഡി എവിടെ പോവാ? ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് നടക്കുന്ന മുകുന്ദനെ നോക്കി ചോദിച്ചു. അത് മോളെ. ചുറ്റിനും ഒന്ന് നോക്കി. രണ്ടിനെയും കാണണം. ഞാനും വരട്ടെ? TV ഓഫ് ചെയ്തുകൊണ്ട് അവൾ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അത് വേണ്ട മോളെ. ഇല്ല ഡാഡി, എനിക്ക് രണ്ടിനെയും അവസാനമായി കാണണം. കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ നക്ഷത്രയ്ക്ക് എൻ്റെ വക ഒരു സമ്മാനം. എന്നാ പോരെ? അവൾ ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് കയറി. നീ ചെയ്യുന്നത് പാപമാണ് മോളെ. ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണത്, മറക്കരുത്. ഏത് കുഞ്ഞ്? നിങ്ങൾ പോയേ. ദേഷ്യത്തോടെ അവൾ മുകുന്ദനൊപ്പം കാറിന് അരികിലേക്ക് നടന്നു. ഇത് മോളാണോ സാറേ? ഡ്രൈവ് ചെയ്യുമ്പോൾ ജഗൻ ചോദിച്ചു. അയാൾ അമർത്തി മൂളി. കാടിന് നടുവിലൂടെയുള്ള ചെറിയ പാതയിൽ കൂടി കാറ് സഞ്ചരിച്ചു. ഒരു പഴകിയ ബംഗ്ലാവിന് മുന്നിൽ വണ്ടി നിന്നു. 3 പേരും ഇറങ്ങി. ബാ മോളെ. ഇരുട്ട് നിറഞ്ഞ റൂം മലർക്കെ തുറന്നു. അകത്തേക്ക് കയറി വരുന്ന 2 രൂപങ്ങൾ. ദീപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേദനയോടെ ഹൃദയം പൊട്ടി. അഞ്ജലി. ചുണ്ടുകൾ വിറച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ വയറ്റിൽ തന്നെ തറച്ചു നിന്നു. എങ്ങനെ ഉണ്ട് മരുമകനെ? സുഖം തന്നെയല്ലേ? അഞ്ജലി ദീപുവിനെ തന്നെ നോക്കി. കാല് നീരി വന്ന് വീർത്തിട്ടുണ്ട്. ശരീരത്തിൽ മുറിപ്പാടുകൾ. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേയില്ല. ഒരു ദരിദ്രവാസിയെ സ്നേഹിക്കാനും വേണ്ടി അഞ്ജലി അധപ്പതിച്ച് പോയിട്ടില്ല. കടുത്ത അവളുടെ വാക്കുകൾ ചെവിക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. നക്ഷത്ര സങ്കടത്തോടെ ദീപുവിനെ നോക്കിയിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. നക്ഷത്രയ്ക്ക് അടുത്തായി നിന്നു. ഇത് അവസാന കൂടിക്കാഴ്ചയാണ്. അപ്പോ എന്തേലും തരണ്ടേ? എൻ്റെ വക വിവാഹ സമ്മാനം. അഞ്ജലിയുടെ കൈ ഉയർന്നു താഴ്ന്നു. വേദനയോടെ നക്ഷത്രയുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. ബായ്. അവൾ തിരിഞ്ഞ് മുകുന്ദനെ നോക്കി. പോകാൻ ഡാഡി. ജഗനും മുകുന്ദനും അഞ്ജലിയും റൂമിന് പുറത്തേക്ക് നടന്നു. ദീപു അലറിയൊന്ന് കരഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് ആസ്വദിച്ച് കഴിക്കുന്ന അഞ്ജലിയെ നോക്കിക്കൊണ്ട് ജഗനും മുകുന്ദനും ചെയറിൽ നിന്നും എഴുന്നേറ്റു. ജഗൻ വന്നേ. മുകുന്ദൻ മുന്നേ നടന്നു. പിന്നാലെ ജഗനും. അഞ്ജലി കഴുപ്പ് നിർത്തി എഴുന്നേറ്റു. തല ചരിച്ച് പുറത്തേക്ക് നോക്കി. സന്തോഷിക്ക്. അവൻ എൻ്റെ പ്രാണന. രക്ഷപ്പെടുത്താൻ അഞ്ജലി ഏത് മാർഗവും സ്വീകരിക്കും. ചതിയുടെ കാര്യത്തിൽ ഈ മകൾ ഡാഡിയെ വെല്ലും. മനസ്സിൽ എന്തോ പറഞ്ഞുറപ്പിച്ച് ഔട്ട് ഹൗസ് ലക്ഷ്യമാക്കി നടന്നു. ജഗ, ആനന്ദ് മേനോൻ അവൻ കൂടി വേണം. എന്നാലേ ഈ കളി അവസാനിക്കൂ. സാർ. അതേ ജഗ, അവൻ അറിയണം ജാനകിക്ക് സംഭവിച്ചത് ഒരപകടമല്ലാന്ന്. അത് വേണോ സാറേ? വേണം. അയാൾ സെറ്റിയിൽ മലർന്ന് കിടന്ന് ഉറക്കെ ചിരിച്ചു. നീയും ഞാനും ചേർന്ന്. ആ കാഴ്ച കണ്ണിൽ നിന്നും മറയുന്നില്ല. ചെറുതായി തുറന്ന ഗ്ലാസ് വിൻഡോ വഴി എല്ലാം കേട്ടു നിന്ന അഞ്ജലിയുടെ ശരീരം ഒന്ന് വെട്ടിവിറച്ചു. സ്വന്തം കൂടപ്പിറപ്പിനെ വരെ അത്രയ്ക്കും നീചനാണോ എൻ്റെ ഡാഡി? നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചു നീക്കി. പെട്ടെന്ന് മുന്നിലേക്ക് നടന്നു. 2 പേരെയും കണ്ടല്ലോ അല്ലേ? നിനക്ക് സന്തോഷമായി കാണും. പക്ഷേ ഈ പാപം നിന്നെ വിട്ട് പോകില്ല അഞ്ജു. അമ്മയാ ഞാൻ. ശപിച്ചു പോവാ. അവൾ റൂമിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. ആ കുഞ്ഞു ഫോൺ കയ്യിലേക്ക് എടുത്തു. തിരിച്ചും മറിച്ചും നോക്കി. അവൻ്റെ സമ്മാനം. ഇന്നലെ രാവിലെ എനിക്ക് തന്നത്. ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ പപ്പയുടെ മടിയിൽ കിടന്നവൻ ഞെട്ടി ഉണർന്നു. ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കിയിരുന്നു. ആരാ മക്കളെ? അറിയില്ല. നമ്പറാണ്. നീ കോൾ അറ്റൻഡ് ചെയ്യൂ. അവൻ ഫോൺ ടേബിളിലേക്ക് തന്നെ വെച്ചു. എനിക്ക് വയ്യ പപ്പ. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ആദി, ഇത് ഞാനാ, അഞ്ജലി. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ കേൾക്കുന്നുണ്ടോ? എന്തേലും ഒന്ന് പറയടാ. പപ്പ ആദിയെ നോക്കിക്കൊണ്ട് സ്പീക്കറിലിട്ടു. മോള് പറഞ്ഞു. ആദർശ് കേൾക്കുന്നുണ്ട്. മറുവശത്ത് ആനന്ദ് മേനോന്റെ സ്വരം. അങ്കിൾ. അവളൊന്ന് വിക്കി. പിന്നെ കരഞ്ഞു. എന്താ അഞ്ജലി, നിനക്ക് വയ്യേ? അത് ജാനകി ആൻറ്റി എല്ലാം ചെയ്തത് എൻ്റെ ഡാഡിയാ. ആദർശും പപ്പയും ഒന്ന് ഞെട്ടി. മോളെ അഞ്ജലി, വിങ്ങലോടെ പപ്പ വിളിച്ചു.
അവളെല്ലാം ഒന്ന് വിടാതെ പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ കത്തി ജ്വലിച്ചു. കൈമുഷ്ടി ചുരുട്ടി സെറ്റിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു.